നൽകട്ടെ. അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറഞ്ഞു, 100 തവണ ഞാന് അല്ലാഹുവിനെ സ്വപ്നം കണ്ടിട്ടുണ്ട്. ഓരോ സമയത്തും ഞാൻ അല്ലാഹുവിനോട് ചോദിച്ചിട്ടുണ്ട്, അല്ലാ നിന്റെ പൊരുത്തം കിട്ടാൻ, നിന്റെ തൃപ്തി കിട്ടാൻ, നിന്റെ ഇഷ്ടം കിട്ടാൻ, നീ ഒന്ന് എന്നെ തൊട്ട് തൃപ്തിപ്പെടാൻ എന്താണ് ഞാൻ കൂടുതൽ ചെയ്യേണ്ടത്? ഉമ്മമാരറിയാൻ, ഉപ്പമാരറിയാൻ, മുസ്ലിം സഹോദരങ്ങൾ അറിയാൻ, മുതഅല്ലിമീങ്ങൾ അറിയാൻ, ആലിമീങ്ങൾ ഓർമ്മപ്പെടുത്താൻ ഒന്നുകൂടി പറഞ്ഞോട്ടെ. വിനീതനായ ഞാന് ഇത് പറയാൻ അർഹതയുള്ളത് കൊണ്ട് പറയുകയല്ല, ഞാൻ എന്റെ ബാധ്യത എന്നോണം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുവേ, നിന്റെ ഇഷ്ടം ലഭിക്കാൻ, നിന്റെ പൊരുത്തം കിട്ടാൻ, നീ എന്നെ തൊട്ടൊന്ന് തൃപ്തിപ്പെടാൻ എന്താണ് ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത്? അതിന് ഞാൻ എന്താണ് മുറുകെ പിടിക്കേണ്ടത് എന്ന് ഞാൻ പടച്ച റബ്ബിനോട് ചോദിച്ചപ്പോൾ അല്ലാഹു എന്നോട് പറഞ്ഞ മറുപടി തിലാവത്തുൽ ഖുർആൻ. അത് ഖുർആൻ ഓതല, ഖുർആൻ പാരായണം ചെയ്യല. 100ാമത്തെ തവണ വീണ്ടും ഞാൻ ചോദിച്ചു, ബിഫഹ്മിൻ ഔ ബിഗൈരി ഫഹ്മിൻ, അർത്ഥം അറിഞ്ഞുകൊണ്ട് ഓതണോ? അർത്ഥം അറിയാതെ ഓതിയാൽ മതിയാകുമോ? ആശയം അറിഞ്ഞു ഓതണോ? ആശയം അറിയാതെ ഓതിയാൽ മതിയാകുമോ? ബിഫഹ്മിൻ ഔ ബിഗൈരി ഫഹ്മിൻ, അറിഞ്ഞോതിയാലും അറിയാതെ ഓതിയാലും എന്റെ കലാമാകുന്ന ഖുർആൻ ഇത് ഓതിയാൽ എനിക്ക് എന്നിൽ നിന്ന് തൃപ്തി കിട്ടും പോലെ, എന്റെ ഇഷ്ടം ലഭിക്കും പോലെ, എന്നെ തെളിയിപ്പിക്കും പോലെ, എന്റെ പൊരുത്തം സമ്പാദിക്കുന്നത് പോലെ മറ്റൊന്ന് ചെയ്യാനില്ല. ഇമാമുന ശാഫിഈ, ഇമാം അബൂ ഹനീഫ, ഇമാം മാലിക് ഇബ്നു അനസ്, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹും അവരൊക്കെ ഓരോ ദിവസവും 1ഉം 2ഉം ഖത്മ് ഈ രൂപത്തിൽ ഓതിയതാ. നാളെ ഓരോ സഹാബികൾക്ക് മുത്തുനബിന്റെ സഹാബികളിൽ നിന്ന് ഒട്ടുമിക്ക സഹാബികൾക്കും പ്രത്യേകമായ കൊടികളുണ്ട്. ലിവാഉൽ ഖിറാഅ, ഓത്തിന്റെ കൊടി എന്ന് പറയുന്ന ഒരു കൊടിയുണ്ട്. ആ കൊടിയുമേന്തി വരുന്ന ഒരു സ്വഹാബിയുണ്ട്, ഉബയ്യ് ഇബ്നു കഅബ് തങ്ങളോ. അഖ്റഉകും ഉബയ്യ് ഇബ്നു കഅബിൻ, നിങ്ങളിൽ ഏറ്റവും വലിയ ഓത്തുകാരൻ ഉബയ്യ് ഇബ്നു കഅബ്. അതുകൊണ്ട് മുസ്ലിമീങ്ങളോട്, മുഅ്മിനീങ്ങളോട്, മുതഅല്ലിമീങ്ങളോട്, ഉമ്മമാരോട്, സഹോദരങ്ങളോട്, സഹോദരിമാരോട് വിശുദ്ധ ഖുർആൻ ഓതാത്ത, അത് കേൾക്കാത്ത, അത് പഠിക്കാത്ത, അതിനെപ്പറ്റി ഓർക്കാത്ത, അതിനെപ്പറ്റി ചിന്തിക്കാത്ത ദിവസങ്ങൾ വേണ്ട. ഓരോ ദിവസവും ഖുർആൻ കൊണ്ട് തുടങ്ങണേ. തങ്ങൾ അങ്ങനെയാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ്